ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1739. ഇന്ന് ഒക്ടോബർ മാസം 4-ാം തീയതി, 278-ാമത്തെ ദിവസത്തിലെത്തി. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തെയും ദൈവത്തിന്റെ വായിൽ നിന്നുള്ള വചനത്തെ കൊണ്ടൊക്കെ ജീവിക്കുന്നുവെന്ന് ക്രിസ്തുയേശു ഏതൊരാളെയും ഓർമ്മപ്പെടുത്തി. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായത്തില് അത് നമ്മളെ കാത്തിപ്പോഴും അവശേഷിച്ചിട്ടുണ്ട്. അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തെ കൊണ്ടുകൂടി ജീവിക്കാനായിട്ട് ശീലിക്കണം. പറഞ്ഞത് കല്ലിനെ അപ്പമാക്കി മാറ്റാനുള്ള പിശാചിന്റെ പ്രലോഭനത്തെ മറികടക്കാൻ വേണ്ടിയാണ്. കല്ല് അങ്ങനെ ഒരു മാജിക് കൊണ്ട് അപ്പമാക്കിക്കൂടാ. എല്ലാവരും എളുപ്പവഴികളാണ് എല്ലാ കാലത്തും എല്ലാ കാര്യങ്ങൾക്കകത്തും തേടുന്നത്. അങ്ങനെയാണ് പലതും നേടിയതും. വിജയ സൂത്രവാക്യങ്ങള് നിർമ്മിച്ചെടുക്കുന്ന തിരക്കിലാണ് എല്ലാവരുടെയും ഉള്ളില് എങ്ങനെയും വിജയിക്കണമെന്നത് മാത്രമാണ്. അതൊരു അടിസ്ഥാന വികാരമായി മാറിയിട്ടുണ്ട്. പരീക്ഷയായാലും ജീവിതത്തിലെ ചെറിയ വലിയ പ്രതിസന്ധി ആയാലും ശരിയാ, സമൂഹവും അങ്ങനെ തന്നെയാണ് ഓരോരുത്തരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. വിജയിക്കുന്നവർക്ക് മാത്രമായി മാറുന്നുണ്ട് അനുമോദനങ്ങളും ആശംസകളുമൊക്കെ. പരാജയപ്പെടുന്നവരെയും പിന്നിൽ നിൽക്കുന്നവരെയും ഒന്നും പരിഗണിക്കുവാനോ ഒരു പ്രശംസ കൊടുക്കുവാനോ ആർക്കാണ് താല്പര്യം? ജയത്തേക്കാൾ ബഹുമാനിക്കേണ്ടത് പരാജയത്തെയല്ലേ? ജയിക്കുന്നവരെക്കാൾ ചേർത്ത് നിർത്തേണ്ടത് തോൽക്കുന്നവരെയുമാണ്. തോൽക്കുന്നവർക്കും പരാജയപ്പെടുന്നവർക്കുമൊക്കെ ജീവിക്കാനായിട്ട് അവകാശമുണ്ട്. അവർക്കും ഇത്തിരി സ്പേസ് നൽകിയേ മതി. എല്ലാ മനുഷ്യരും ഇങ്ങനെ കല്ലിനെ എത്രയും വേഗം തങ്ങളുടെ മികവ് കൊണ്ടോ സാമർഥ്യം കൊണ്ടോ കണ്ടെത്തിയ തന്ത്രങ്ങൾ കൊണ്ടോ സൂത്രങ്ങൾ കൊണ്ടോ ഒക്കെ അപ്പമാക്കി മാറ്റാനുള്ള തത്രപ്പാടിലാണ്. ഇതിനിടയില് പലതും വിസ്മരിക്കപ്പെട്ടു പോകുന്നുണ്ട്. ഒരു ശരിയായ വഴിയും രീതിയുമുണ്ടാവും. നമ്മൾ എന്നാണ് അതൊക്കെ അന്വേഷിച്ചു തുടങ്ങുക? എളുപ്പവഴികളിലേക്ക് നമ്മളിങ്ങനെ ചാഞ്ഞു പോകാതെ, ചാടിയിറങ്ങാതെ ശരിയായ പാത തിരഞ്ഞെടുക്കാൻ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് ആവർത്തിച്ച യേശുവിനെ നമ്മൾ കുറെ കൂടി ഓർത്തെടുത്തേ മതിയാവും. പ്രാർത്ഥനയോടുകൂടി ആമേൻ.